പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഒരു ഫാമിലി എങ്ങനെ ആവരുത് എന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ആൻഡ് ഇത്രയും നാറിയ ഒരു കുടുംബത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇവരെ രണ്ടുപേരെയും പടച്ചു വിട്ടേക്കുന്ന ആ ഒരു അച്ഛനും അമ്മയും വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്വന്തം മക്കളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക. എടാ, നിങ്ങൾക്കേലും ആ ഒരു വിവരം ബോധം വേണ്ടേ? എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ വീഡിയോ ഇടുന്നത് നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ഇടുന്നത് നിർത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇട്ടങ്ങ് നാറി മെഴുകി അങ്ങ് നടക്കുകയാണ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഞാൻ കുറച്ച് ദിവസം ചിലപ്പോ ഞാൻ അകത്താവട്ടെ. എന്താ വെച്ചാൽ സ്വമേധ കേസെടുത്ത ചിലപ്പോ കണ്ടുവരില്ല. എനിക്ക് യാതൊരു പരാതി. മക്കളായാൽ ഇത്രയൊക്കെ ഉപകാരം ചെയ്തു തരണല്ലോ. സ്വമേധ കേസെടുക്കാനുള്ള വഴി ഉണ്ടെച്ച വായ മക്കളെ. ഞാനുള്ള കാര്യം പറയല്ലോ. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം. അതേതായാലും നന്നായി. എന്തായാലും നിങ്ങൾ വളർത്തിയതിന്റെ ഗുണമാണ് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങൾ പിന്നെ ഒന്നും പറയണ്ട. നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താണ് സ്വന്തം മകൾ പറഞ്ഞു നോക്കി അങ്ങനെ പൊക്കോട്ടെ, അവളുടെ ജീവിതം എന്തായാലും ഒരാളുമായിട്ട് കല്യാണം കഴിച്ചു, ഇനി അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ളതല്ലേ ഒരാൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഇവിടെ നിന്നിട്ട് എന്നാ പിന്നെ അവളെ പറ്റി രണ്ട് കുറ്റം പറഞ്ഞ് നമ്മുടെ വീഡിയോക്ക് അത് കണ്ടന്റ് ആക്കാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയായിട്ട് മാറി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അമ്മയ്ക്കും അല്ലെങ്കിൽ ചേച്ചിക്കും ഒക്കെ എതിരെയാണ് നന്ദൻ അവിടെ നിന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആ സെൻസിൽ മാത്രമാണ്. കാര്യം ഒരാളെ നമ്പാൻ കൊള്ളൂല. എല്ലാം പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ വിറ്റ് കാശാക്കുക. മനസ്സിലായി. ഓക്കെ, നമ്മളും അവരുടെ വിഷയത്തെ എടുത്ത് നമ്മളും വിറ്റ് കാശാക്കുന്നു. അത്ര മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ആര് പറഞ്ഞ ഞാൻ ഇവിടെ പറഞ്ഞു എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ലോണം ടീച്ചറാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശരി. ചേട്ടന് മുമ്പ് പ്രണയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊന്നൂസിനും അല്ലെങ്കിൽ നന്ദന ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ അവർ മ്യൂച്വലി ആ കാര്യങ്ങളെല്ലാം വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ അവരുടെ എല്ലാ പാസ്റ്റ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തന്നെയായിരുന്നു അവർ ആ ജീവിതത്തിലോട്ട് തുടങ്ങിയത്. അപ്പോഴും ഇവരുടെ ജീവിതത്തിൽ വില്ലന്മാരായി നിന്നത് ആര്? അവർ തന്നെ ഈ ആരുടെ ഫോണിലേക്കാണ് മെസ്സേജ് വന്നത്, അവർ തന്നെ എനിക്ക് ആ മെസ്സേജ് കാണിച്ചു തന്നതാണ്. അപ്പോഴും എന്റെ അമ്മ പറഞ്ഞു അങ്ങനെ മെസ്സേജ് വന്നിട്ട് അമ്മയാണ് എന്നോട് പറഞ്ഞത്. അത് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച പ്രശ്നം ഇല്ലാന്ന് അറിഞ്ഞു. എന്നിട്ടാണ് ഇപ്പൊ എന്താ മുന്നോട്ടേക്ക് പിന്നത്തെ ആഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഈ സംഭവം തന്നെ ഇന്ന് നമ്മുടെ ഈ പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു ലേഡി ആണെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു മെസ്സേജ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പം ഈ ഗൂഗിൾ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിന്റെ 2 സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇങ്ങോട്ട് വായിക്കുക. കുറച്ച് രസമാണ്. എന്തോ മിന്നായം പോലെ ഞാൻ കണ്ടു. 2-3 ടൈംസ് ഇപ്പൊ തന്നെ ഞാൻ നോക്കി. കൊറ്റി കളൻ. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ. നീ വല്ലതും ചെയ്താ പോടാ മൈ ... അത് ആ ഡ്രസ്സിന്റെ ആണ്. എന്നാലേ ഞാൻ കരുതി ഒന്നുമില്ലെന്ന്. എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. ഇപ്പൊ മനസ്സിലായി, നല്ലോണം ഉണ്ട് ചേട്ടാ. ഇങ്ങനെയുള്ളൊരു മെസ്സേജ് ആയിരുന്നു അവര് ഇപ്പൊ പൊന്നൂസ് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.